എല്ലാവർക്കും നമസ്കാരം. LGS പരീക്ഷ അങ്ങ് എത്താറായി. നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സീരീസായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചോദ്യങ്ങൾ. ഇന്നും നമ്മൾ 20ഓളം ചോദ്യങ്ങളാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ ജസ്റ്റ് ഒരു കമൻറ്റ് വായിച്ചു. നമ്മളെ ഒരാളിട്ടൊരു കമൻറ്റ് ഞാൻ വായിച്ചു. എന്താണ്, മാത്സ് പ്രയാസമാണ്, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞൊരു കമൻറ്റ്. അപ്പോൾ ആ കമൻറ്റ് കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി, ഞാൻ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യണ്ടേ. നമ്മൾ മാത്സ് നമ്മുടെ ക്ലാസ് എടുക്കുമ്പോഴും എല്ലാവർക്കും അവർക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് നല്ലോണമായിട്ട് ഉണ്ടായി. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചാൽ, ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് മടുക്കും. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്തിട്ട് കാണാൻ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ സ്പീഡാക്കി പറയണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കായിരുന്നു. പക്ഷേ ഈ കമൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെന്ത് തോന്നി, ഞാൻ സാധാരണ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനതുപോലെ തന്നെ തുടരാം എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം മാത്സ് അറിയുന്ന ആളാണെന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചോദ്യങ്ങളൊക്കെ ഒന്ന് കാണുക. എന്നിട്ട് അതൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഇരിക്കുക. എന്നിട്ട് ആ ചോദ്യങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് അത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഉത്തരം എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് നോക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ കമൻറ്റൊക്കെ കാണുന്നതിൽ. ഭയങ്കര ഒരു പ്രഷറാണ് നമുക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല നല്ല ചോദ്യങ്ങൾ തന്നെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഒരു വാച്ച് 2600 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭവും അതേ വാച്ച് 2200 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഉള്ള നഷ്ടവും തുല്യമായാൽ വാച്ചിൻ്റെ വാങ്ങിയ വില എത്രയെന്നാണ് ചോദിച്ചത്. അതായത് ഒരു വാച്ച് 2600 രൂപയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അതിന് ലാഭമാണ്. അതേ വാച്ച് 2200 രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വില കുറച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടമാണ്. ഈ ലാഭം അല്ലെങ്കിൽ ഇത് കുറച്ച് വിൽക്കുമ്പോൾ കിട്ടുന്ന നഷ്ടവും തുല്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ചിൻ്റെ വാങ്ങിയ വില എത്ര എന്നാണ് നമ്മൾ കാണേണ്ടത്. ഈ വാങ്ങിയ വില കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ 2600-നെ 2200-മായിട്ട് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. എന്താ പറഞ്ഞത്, ഈ 2600-നെ 2200-ആയിട്ട് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. അതായത് ഇതിൻ്റെ മീൻ കാണുക, അല്ലെങ്കിൽ നടുക്കുള്ള സംഖ്യ ഏതാന്ന് കാണുകയാണ്. അതത്രയേ ഉള്ളൂ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ചോദ്യം അത്രയേ ഉള്ളൂ, അത്രയും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഇത് എന്നുള്ളൊരു ചെറിയ ചിന്ത വരും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂട്ടിയിട്ട് ഇതിൻ്റെ പകുതി എടുത്താൽ മതി. 2600-ഉം 2200-ഉം 26 22 എത്രയാണ്, 48 അല്ലേ, പിന്നെ ഒരു 2 0 അല്ലേ, ഡിവൈഡർ ബൈ 2. നിങ്ങൾക്കറിയാം 48-നെ 2 ഉണ്ട്. 48-ൻ്റെ പകുതി എത്രയാണ്, 24. പിന്നെന്താണ്, 2 0 അല്ലേ, 2400. എന്താ ഉത്തരം, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് മനസ്സിലായല്ലോ. എന്തായിരുന്നു, ഒരു വാച്ച് 2600 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭവും അതേ വാച്ച് 2200 രൂപയ്ക്ക് വിൽക്കുമ്പോഴുള്ള നഷ്ടവും തുല്യമായാൽ വാച്ചിൻ്റെ വാങ്ങിയ വില എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ നടുക്കുള്ള സംഖ്യ കാണാനാണ് പറഞ്ഞത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2600-നെയും 2200-നെയും കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്തു, അതായത് മീൻ കണ്ടു, അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 0.01 കൂട്ടണം 1.23 കൂട്ടണം 1.3. ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ നമ്മൾ ഇടുന്നുണ്ടല്ലോ എല്ലാ പരീക്ഷകളിലും, എല്ലാ ക്ലാസ്സുകളിലും. അത് കുഴപ്പമില്ല, ഇങ്ങനത്തെ ഒരു ചോദ്യം വരും എന്തായാലും കേട്ടോ. 0.01 കൂട്ടണം 1.23. ഈ പോയിൻ്റൊക്കെ എന്ത് വരണം, നേരെ താഴത്ത് തന്നെ എഴുതണം കേട്ടോ, തെറ്റിക്കരുത്. 1.3. ഇനി എന്താണ്, ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തൂടെ, 0 ഇട്ട് കൊടുക്കാം അല്ലേ. 0 ഇട്ടാലും ഒരു കുഴപ്പമില്ല. എന്താണ്, വലതുവശത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് വലതുവശത്ത് 0 ഇട്ടാൽ അതിനെന്താണ്, വാല്യൂ ഇല്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ഒരു 0 ഇട്ട് കൊടുത്തു. ഇനി എന്ത് നേരെ എഴുതി കൂട്ടിയാൽ മതി. നേരെ നമ്മൾ സാധാരണ കണക്ക് കൂട്ടുന്ന മാതിരി കൂട്ടിയാൽ മതി. ഇതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, അത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യുക, കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയാലോ. ചോദ്യം, രാമു, ബാലു, ബേബി എന്നിവർ 360 രൂപ 1:5:4 എന്ന അംശബന്ധത്തിൽ വീതിച്ചാൽ ബേബിക്ക് രാമുവിനേക്കാൾ എത്ര രൂപ കൂടുതൽ ലഭിക്കും? ഞാനിതൊന്ന് എടുത്തെഴുതാണ്. രാമു, ബാലു, അതുപോലെ ബേബി അല്ലേ. ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, 1:5:4 ആണ്. 1:5:4 ആണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവർക്ക് മൊത്തത്തിൽ എത്ര പൈസ കൊടുത്തേക്കുന്നത്, 360 രൂപയാണ് ഇവരെന്ത് ചെയ്യേണ്ടത്, ഭാഗിക്കേണ്ടത് അല്ലേ. അതായത് ഇവർക്ക് മൂന്ന് പേർക്കും കൂടി എത്രയാണ്, 360 റുപ്യാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇതെല്ലാം കൂടിയും കൂട്ടണ്ടേ. നമ്മൾ കുറേ നേരമായി അംശബന്ധം വെച്ചിട്ട് കണക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് മൊത്തം കൂട്ടി വെക്കുക നമ്മൾ. 1 5 6 6 4 10. ഈ 10 എന്ന് പറയുന്നതാണ് എന്ത്,
360. ഈ 10 എന്ന് പറയുന്നതാണ് എന്ത് 360. അപ്പോൾ 1 എത്രയായിരിക്കും? 10 360 ആണെന്നുണ്ടെങ്കിൽ 1 എത്രയാണ്? ഈ 0 0 പോയാൽ പോരെ 36. 10 360 ആണെന്നുണ്ടെങ്കിൽ 1 എത്രയാണ്? 36. 360നെ 10 കൊണ്ട് ഹരിച്ചാണ് അല്ലേ? അപ്പോൾ എന്താണ് 1 36 എന്ന് കിട്ടി. ഇനി ഈ 36നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടതാരതാ? ബേബിക്ക് രാമുവിനേക്കാൾ എത്ര രൂപ കൂടുതൽ കിട്ടുന്നല്ലേ? ഞാനിത് 2 രീതിയിൽ ചെയ്യാം. ആദ്യം ഞാൻ സിമ്പിളായിട്ട് ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആദ്യം എന്ത് ചെയ്യുന്നു? രാമുവിൻ്റെ വിലയും കാണുന്നു, ബേബിക്ക് എത്ര കൊടുക്കാമെന്നും കാണുന്നു. രാമുവിന് എത്ര കിട്ടുക? 1 രാമുവിൻ്റെ റേഷ്യോ. അപ്പോൾ എന്ത് ചെയ്യണം? 1 × 36. അതേപോലെ ബേബിക്ക് എത്രയാ? 4 അവരുടെ റേഷ്യോ, ഗുണിക്കണം 36. 1 × 36 എത്രയാണ്? 36. 4 × 36 എത്രയാണ്? 36 36 72. 72ൻ്റെ ഇരട്ടി 144. 4 × 36 എത്രയാണ്? 144. ഇപ്പോൾ രണ്ടുപേരുടെയും കിട്ടിയല്ലോ. ആരുടെയാണ് 36? രാമുവിൻ്റെ ആണ് എന്ത് 36, ബേബിയുടെ ആണ് എത്ര? 144. എന്താ ചോദ്യം? ബേബിക്ക് രാമുവിനേക്കാൾ എത്ര രൂപ കൂടുതൽ ലഭിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 144ൽ നിന്ന് ഈ 36 കുറച്ചാൽ മതി. അവരുടെ വ്യത്യാസം കാണാനാണ് പറഞ്ഞത് അല്ലേ? എത്ര രൂപ കൂടുതൽ കിട്ടും എന്നാണ് ചോദിച്ചേക്കണം. അപ്പോൾ എന്ത് 144 36 തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതിയല്ലോ. എഴുതി നേരെ കുറയ്ക്കുകയാണ്. 14 6 ഇല്ല. അപ്പോൾ നമ്മൾ 4 6 ഇല്ല. അപ്പോൾ നമ്മളൊരു ശിഷ്ടം കൊണ്ട് കൊടുത്തു. ഇവിടെ 3 അപ്പോൾ എത്രയാണ്? 14 6 പോയാൽ എത്രയാ? 8. ഇനി ഇവിടെ എത്രയാ? 3 3 പോയാൽ എത്രയാ? 0. 1 108. 108 നമ്മുടെ ഉത്തരം. മനസ്സിലായല്ലോ? ഇതെന്താ ചെയ്തത്? ഇത് നമ്മളെങ്ങനെ ചെയ്തത്? ആദ്യം 1:5:4 അത് 360. അവർക്ക് 3 പേർക്കും കൂടി കൊടുക്കുന്നതാണ് എത്ര? 360. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഇവരുടെ 3 പേരുടെയും കൂട്ടി. അത് എത്രയാ? 10 എന്ന് കിട്ടി. അതാണ് 360. അപ്പോൾ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 36 ആയിരിക്കും. ഈ 36ന് എന്ത് ചെയ്തു? നമ്മൾ ഈ റേഷ്യോസുമായിട്ട് രാമുവിൻ്റെ 1 ഗുണിച്ചു, ബേബിയുടെ 4 ഗുണിച്ചു. അവരുടെ വാല്യൂസ് കിട്ടി. അപ്പോൾ 1 × 36 36, 4 × 36 144. എന്നിട്ട് 144 നമ്മൾ എന്ത് ചെയ്തു? ഈ 36 കുറച്ചു, നമ്മുടെ ഉത്തരം 108. അങ്ങനെ നമുക്ക് കിട്ടി. ഇങ്ങനെ കിട്ടിയാലോ? ഇതുപോലെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ ഇതിലൊരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്, കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ? ഈ 1:36 വരെ എത്തിയില്ലേ? ഇനി നിങ്ങൾ നോക്കുക. ഇത് 1:36 എത്തിയതിന് ശേഷം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ബേബിക്ക് രാമുവിനേക്കാൾ എത്ര രൂപ കൂടുതൽ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ബേബിക്ക് രാമുവിനേക്കാൾ. ബേബിയുടെ എത്രയാ? 4 അല്ലേ? രാമുവിൻ്റെ എത്രയാ? 1 അല്ലേ? ബേബിക്ക് എത്ര? 4, രാമുവിൻ്റെ 1. അവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കുകയാണ് നമ്മൾ. അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3 അല്ലേ? ആ 3നെ 36 ഗുണിച്ചാൽ മതി. ആ 3നെ 36 ഗുണിച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഉത്തരം ലഭിക്കും. ഇത് കൺഫ്യൂസിങ് ആണോ? അല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളോട് പറയാണ് ബാലുവും ബേബിയും തമ്മിലുള്ള വ്യത്യാസമാണ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബാലുവിൻ്റെ എത്രയാ? 5, ബേബീൻ്റെ എത്രയാ? 4. അപ്പോൾ 5 4 വ്യത്യാസം എടുത്തു. അപ്പോൾ എത്രയാ? 1. 1 × 36 കണ്ടാൽ മതി. ഇപ്പോൾ മനസ്സിലായോ? ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഈ ബാലുവിൻ്റെയും രാമുവിൻ്റെയും വ്യത്യാസം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ബാലുവിൻ്റെ എത്ര? 5, രാമുവിൻ്റെ എത്ര? 1. ഈ 5ഉം 1ഉം കുറച്ച് എത്ര? 4. അപ്പോൾ എന്ത് ചെയ്താൽ 4 × 36 ചെയ്താൽ മതി. മനസ്സിലായോ? ഇനി അതുമല്ല ചോദ്യം എന്ന് വിചാരിക്കുക. ഇനി എന്താണ്? രാമുവിനും ബാലുവിനും കൂടി എത്ര കിട്ടും എന്നാണ് ചോദിച്ചതെങ്കിൽ എന്താണ്? രാമുവിനും ബാലുവിനും കൂടി 2 പേർക്കും കൂടി എത്ര കിട്ടുകയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഈ 1 രാമുവിൻ്റെ, അതിനോട് എന്ത് ചെയ്താൽ മതി? ബാലുവിൻ്റെ 5 കൂട്ടി എത്ര? 6. 6 ഗുണിക്കണം 36 216. അങ്ങനെ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഇനി അങ്ങനെയല്ല ചോദിച്ചത്. എന്താണ്? രാമുവിനും ബേബിക്കും കൂടി എത്ര കിട്ടുക എന്നാണ് ചോദിച്ചാൽ എന്ത് ചെയ്യും? രാമുവിൻ്റെ എത്ര? 1, ബേബിയുടെ എത്ര? 4. കൂടി എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ 1 4 5. 5 ഗുണിക്കണം 36 കണ്ടാൽ മതി. എത്ര കിട്ടുക? 36നെ 5 കൊണ്ട് എങ്ങനെ ഗുണിക്കുക? വേഗത്തിൽ എങ്ങനെ ഗുണിക്കുക? എഴുതി ഗുണിക്കല്ലാതെ. 36ൻ്റെ പകുതി എടുത്തിട്ട് 0 ഇടണം. എന്താണ്? പകുതി എടുത്തിട്ട് 0 ഇടണം. മനസ്സിലായോ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്ത്? 5 കൊണ്ട് ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും വ്യത്യാസമുണ്ട്. ഹരിക്കുമ്പോൾ എന്താണ്? ഇരട്ടി എടുത്തിട്ട് പോയിന്റ് മാറ്റിയിട്ട് ഇടണം. ഇവിടെ എന്താണ്? പകുതി എടുത്തിട്ട് ഒരു 0 കൂടുതൽ ഇട്ടാൽ മതി. ഓക്കെ. 36ൻ്റെ പകുതി എത്രയാ? 18. ഒരു 0 എക്സ്ട്രാ ഇടുക. അതായിരിക്കും എന്ത്? 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രോബ്ലത്തിനെ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാലോ. ചോദ്യം: 300 രൂപയ്ക്ക് വാങ്ങിയ സാധനം 30 രൂപ നഷ്ടത്തിൽ വിറ്റാൽ നഷ്ടശതമാനം എത്ര? ഡയറക്റ്റ് ചോദ്യമാണ് അല്ലേ? നമുക്ക് നഷ്ടം എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? എത്രയാ? 30 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാങ്ങിയ വില എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 300 പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നഷ്ടം
നഷ്ടം 30 രൂപയാണെന്നും പറഞ്ഞിട്ടുണ്ട്, വാങ്ങിയ വില 300 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് നഷ്ടശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? നഷ്ടശതമാനം കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 30. അതെന്താ നഷ്ടം? ഓക്കെ, ഞാനിത് എഴുതാം. നഷ്ടം എത്ര? നഷ്ടം ഹരിക്കണം വാങ്ങിയ വില ഗുണിക്കണം ശതമാനത്തേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? 100 ഉണ്ട് അല്ലേ? 100. ഇതാണെന്ത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം നഷ്ടം എത്രയാ? 30 ആണ്. വാങ്ങിയ വില എത്ര? 300 ആണ്. ഗുണിക്കണം 100. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 0 ഈ 0 പോയി, ഈ 0 ഈ 0 പോയി. ബാക്കി എത്രയാ? 30/3. എത്രയാ 30/3? 10. 30നെ 3 കൊണ്ട് ഹരിച്ചാൽ 10%. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ചോദ്യമായിരുന്നു അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. പ്ലസ് എന്നത് ഹരണത്തിനെയും കുറയ്ക്കണം എന്നത് ഗുണനത്തിനെയും ഹരണം എന്നത് പ്ലസിനെയും ഗുണനം എന്നത് മൈനസിനെയും സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ 48 + 12 ഹരിക്കണം 15 ഗുണിക്കണം 2 - 5 എത്രയാണെന്നാണ് ചോദിച്ചത്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബോർഡ് മാസമാണ് അല്ലേ? ബോർഡ് മാസിലൊന്ന് കുഴപ്പിച്ച് തരുന്നേ ഉള്ളൂ. ഇത് നമ്മൾ എടുത്തെഴുതണം ഒരു ചെറിയ സമയം പോകാൻ അല്ലേ? അപ്പോൾ നമ്മൾ 48 സംഖ്യ പെട്ടെന്ന് എഴുതി, അതിനുശേഷം പ്ലസ് എന്താണ്? ഹരണമാണ്, അത് അതുപോലെ എഴുതി. ഇനി അടുത്ത എന്താ? 12 സംഖ്യ കാണുമ്പോൾ പെട്ടെന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ഇനി എന്താണ്? ഇനി വീണ്ടും ഹരണമാണ്. ഹരണം എന്നത് എന്താ? പ്ലസ് ആണ് അല്ലേ? പ്ലസ് 15 സംഖ്യ പെട്ടെന്ന് എഴുതി. ഇനി എന്താണ്? ഗുണനം. ഗുണനം എവിടെയുള്ളത്? ഗുണനം എന്നത് മൈനസിനെയും മൈനസ് എത്രയാ? 2 അല്ലേ? സംഖ്യ എഴുതി. ഇനി എന്താണ്? മൈനസ് എവിടെ? മൈനസ് എന്നത് ഗുണനത്തിനെയും ഗുണിക്കണം 5. ചോദ്യം മാറി അല്ലേ? ചോദ്യം മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരത്തിലേക്ക് പോവാണ് അല്ലേ? ആദ്യം ഈ 48 ഹരിക്കണം 12. ഇത് എത്ര കിട്ടുക? 48നെ 12 കൊണ്ട് ഹരിച്ചാൽ 4. 48നെ 12 കൊണ്ട് ഹരിച്ചാൽ 4. ഇനി അടുത്തെന്ത് ചെയ്യണം? ഡിവിഷൻ കഴിഞ്ഞു, ഇനി ഡിവിഷൻ ഇല്ല. അപ്പോൾ ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഗുണനമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? -2 × 5 എത്ര? -2 × 5 -10 അല്ലേ? -10. അപ്പോൾ ഇനി എത്രയുണ്ട്? ഒരു 4 പ്ലസ് ഞാൻ എടുത്ത് എഴുതാണ്. 4 + 15 - 10. 4 + 15 - 10. ഇനി എന്ത് ചെയ്താൽ? 4ഉം 15ഉം കൂട്ടി എത്ര? 19. 19 10 പോയാൽ 9. നമ്മുടെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ സി 9 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ഈ ഓർഡറിലങ്ങ് എടുത്ത് എഴുതിയാൽ മതി. നമുക്കറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു സ്ഥാപനത്തിലെ 19 ജോലിക്കാരുടെ ശരാശരി ശമ്പളം 5000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാനേജറുടെ ശമ്പളം 10000 ആയാൽ 20 പേരുടെയും കൂടി ശരാശരി ശമ്പളം എത്രയാണെന്നാണ്. അതായത് 19 ജോലിക്കാരുടെ ശരാശരി ശമ്പളം 5000, അതിൻ്റെ കൂടെ എന്താണ്? മാനേജറുടെ ഒരു 10000 ഉണ്ട്, അതുകൂടി കൂട്ടി 20 പേരുടെയും കൂടി ആകെ ശരാശരി എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ആകെ ശമ്പളം കാണണ്ടേ ആദ്യം, തുക കാണണ്ടേ ആദ്യം, ശമ്പളങ്ങളുടെ തുക കാണണ്ടേ. തുക കാണാൻ എന്ത് ചെയ്താൽ മതി? ശരാശരി ഗുണിക്കണം എണ്ണം ചെയ്താൽ മതി. ശരാശരി ഗുണിക്കണം എണ്ണം ചെയ്താൽ മതി തുക കാണാൻ. അതായത് ശരാശരി എന്താണ്? തുക ബൈ എണ്ണം അല്ലേ? തുക ബൈ എണ്ണമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ തുക ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. ഈ തുക ഈ മേലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഹരണമായതുകൊണ്ട് ഇങ്ങോട്ട് മേലേക്ക് വന്നു. അതാണ് ഇക്വേഷനായി മാറുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നിങ്ങൾക്ക് അറിയിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ്? തുക കാണാൻ എന്ത്? ശരാശരി ഗുണിക്കണ എണ്ണമാണ്. അപ്പോൾ ആകെ ശമ്പളം എത്രയാണ്? 19 പേരുടെ ആകെ ശമ്പളം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 19 ഗുണിക്കണം 5000. 19 ഗുണിക്കണം 5000. നിങ്ങൾ എന്ത് ചെയ്യുക? 19നെ 5 കൊണ്ട് ഗുണിക്കുക. 19 × 5 ചെയ്തിട്ട് നമുക്ക് ഉത്തരം കിട്ടിയ എത്രയാണ്? 95,000 രൂപയാണ് എന്ത്? ആകെ ഇവരുടെ ശമ്പളം എന്ന് പറയണത്. അത് മതിയോ നമുക്ക്? അല്ല. എന്താണ്? 20 ആളായപ്പോൾ എന്തായി? ഈ 10000 മാനേജറുടെ 10000 കൂടി കൂട്ടണ്ട. ഇനി പുതിയ തുകയാവാൻ വേണ്ടിയിട്ട് മാനേജറുടെ ഒരു 10000 കൂടി അവിടെ കൂട്ടണം. അപ്പോൾ നമുക്ക് ആകെ എത്രയാണ് കിട്ടിയത്? 95,000 + 10000. ഇത് എത്ര പേരുടേതാ? 20 പേരുടേതാ. ഇത് എത്ര പേരുടേതാ? ഇവരുടെ 20 പേരുടെ. അപ്പോൾ നമ്മൾ ശരാശരി കാണാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂട്ടിയിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഇപ്പോൾ എത്ര എണ്ണം? 20. എത്ര എണ്ണം? 20. 95,000 + 10000 / 20 കൂട്ടാലോ? ഈ 95,000 10000 കൂട്ടിയാൽ എത്രയാ? 1,05,000. 1,05,000 കറക്റ്റ് അല്ലേ? 1,05,000 / 20. ഇനി ചെയ്താൽ പോരെ? ഈ 0 പോയി. എത്ര വരുന്നത്? 10,500. 10,500ൻ്റെ പകുതി എത്രയാ? 10,500ൻ്റെ പകുതി നമ്മൾ സാധാരണ പൈസ നോക്കിയാൽ മതി. 10,500 റുപ്യേൻ്റെ പകുതി എത്രയാണ്? 5,250. 5,250. 10,500ൻ്റെ പകുതി എന്താ? ഹരിച്ചിട്ട് വേണേൽ ചെയ്തോ കേട്ടോ. 10,500ൻ്റെ പകുതി എത്ര? 5,250. നമുക്ക് കിട്ടുമല്ലോ. സിമ്പിളായിട്ട് ഈ ചോദ്യം കിട്ടുമല്ലോ. ഇതല്ലാതെ വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യണ്ട? അത് പഠിക്കേണ്ട. അത് ഭയങ്കര കൺഫ്യൂസിങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. സിമ്പിളാണ് സാധനം, പക്ഷേ ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ പഠിച്ചാൽ മതി, ഉത്തരം കിട്ടിയാൽ മതിയല്ലോ. നമുക്ക് സമയമുണ്ട്. നിങ്ങളെന്ത് ചെയ്യുക? ആദ്യം ഇതിലെന്ത് ചെയ്യണം? ആദ്യം ഞാൻ ഇത് ഒരു തവണ കൂടി പറയാം. ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത്? ഇത് അറിയാം കേട്ടോ നിങ്ങൾക്ക്. എന്നാലും ഞാൻ ഒരു തവണ കൂടി പറയുകയാണ് എൻ്റെ ഒരു സമാധാനത്തിന്. നോക്കുക,
നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ 19 ജോലിക്കാരുടെ ശരാശരി ശമ്പളം 5000 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തറിയാം, അവരുടെ ആകെ ശമ്പളം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആകെ ശമ്പളം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ 19 ഗുണിച്ചാൽ പോരെ, 19 ഗുണിക്കണം 5000 ചെയ്താൽ മതി. നമുക്കറിയാം എന്താണ് തുക എന്ന് പറഞ്ഞാൽ ശരാശരി ഗുണിക്കണം എണ്ണമാണ്. ഇത് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടി? 95,000 എന്ന് കിട്ടി. 95,000 രൂപയാണ് അവരുടെ ആകെ ശമ്പളം. എത്ര പേരുടെ അത്? 19 പേരുടെ. 19 പേരുടെ ആകെ ശമ്പളമാണ് 95,000. 20 പേരുടെ ആകെ ശമ്പളം എത്രയായിരിക്കും? അപ്പോൾ 20 പേരുടെ, അതായത് ഈ 10,000 കൂടിയും കൂട്ടണ്ടേ പുതിയ ആളത്, അതായത് മാനേജറത്. അപ്പോൾ ഈ 95,000-ൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഈ മാനേജറുടെ 10,000 കൂടി കൂട്ടണം. 10,000 കൂടി കൂട്ടണം. അപ്പോൾ ഓക്കെ ആണല്ലോ. 95,000 10,000 കൂട്ടിയുള്ള എത്ര കിട്ടും? 1,05,000 നമുക്ക് കിട്ടി. 1,05,000 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ശരാശരിയാണ് വേണ്ടത്. എത്ര പേരുടെ ശരാശരിയാണ്? 20 പേരുടെ. 20 ആളുകളുടെ എണ്ണമല്ലേ, സോറി ആകെ തുകയല്ലേ, ശമ്പളത്തിൻ്റെ തുകയല്ലേ 1,05,000 എന്ന് പറയുന്നത്. അപ്പോൾ എത്ര? 1,05,000 ഹരിക്കണം എത്രയാണ്? എണ്ണമായിട്ടുള്ള 20. ഈ പൂജ്യവും പോയി. ബാക്കി എത്രയാണുള്ളത് ഇനി? 10,500. 10,000-ൻ്റെ പകുതി 5000. പിന്നെന്താണ്? ഞാൻ ഇങ്ങനെ മനസ്സിലായിരുന്നു കേട്ടോ. 10,500 പറഞ്ഞാൽ 10,000-ൻ്റെ പകുതി 5000. പിന്നെ ഒരു 500 ഉണ്ട്. 500-ൻ്റെ പകുതി 250. അത് രണ്ടും കൂട്ടി ഞാൻ അങ്ങനെയാണ് ഇത് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലായോ? 5250. നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ, അല്ലാതെ ഹരിക്കാനൊന്നും നിൽക്കരുത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാലോ നമുക്ക്. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 7:5 എന്ന അംശബന്ധത്തിലാണ്. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് എന്നുള്ള ചോദ്യമാണ്. ഈ റേഷ്യോ വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? പെൺകുട്ടികളെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്, ആൺകുട്ടികളെ രണ്ടാമതാണ് പറഞ്ഞിട്ടുള്ളത് ചോദ്യത്തിൽ അല്ലേ. ഈ പെൺകുട്ടികൾ എത്രയാണ്? 7 ആണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾ 5 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറഞ്ഞ കീവേഡ് എന്താ നോക്ക്. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. എന്താ പറയുന്നത്? ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. അതായത് ഇവരുടെ വ്യത്യാസമാണ് എന്ത്? 8 എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താ പറഞ്ഞാൽ ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെ എണ്ണം 5 ആണ്. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 7 ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് സിമ്പിളായല്ലോ. ഇനി എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ 7ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസമല്ലേ എടുക്കണ്ടേ? അല്ലേ? ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവരുടെ വ്യത്യാസമാണ് എടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് കത്തണം. അപ്പോൾ എന്താണ് വ്യത്യാസം? എത്ര? 7ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 2. 7ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 2. ഈ 2 എന്ന് പറയുന്നതാണ് എന്ത്? 8. 2 എന്ന് പറയുന്നതാണ് എന്ത്? 8. അപ്പോൾ 1 എന്തായിരിക്കും? 2 8 ആണെങ്കിൽ 1 എന്തായിരിക്കും? നമ്മൾ 1ലേക്ക് എപ്പോഴും മാറ്റും അല്ലേ? 1 എന്തായിരിക്കും? 4. എന്താണ്? 8/2 ചെയ്താൽ മതി. 1 എത്രയായിരിക്കും? 4. ഇനി എന്താ നമുക്ക് വേണ്ടേ? ആൺകുട്ടികളുടെ എണ്ണം എത്ര? ആൺകുട്ടികളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 5 കൊണ്ട് 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 5 ഗുണിക്കണം 4. 5 ഗുണിക്കണം 4 എത്രയാണ്? 5 ഗുണിക്കണം 4 20. നമ്മുടെ ഉത്തരം എത്രയാണ്? 20. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒരു തവണ കൂടി പറയാം. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 7:5. പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം എന്ന് പറയുന്നത് 7:5 ആണല്ലോ. എന്താ പറഞ്ഞിട്ടുള്ളത്? ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. അതായത് ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 8 ആണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇത്രയും നേരം ചെയ്ത പ്രോബ്ലംസിലൊക്കെ എന്ത് ചെയ്യുന്നു? ഇവരുടെ രണ്ടുപേരുടെയും തുകയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത്തവണ എന്ത് ചെയ്തു? ഇവരുടെ വ്യത്യാസമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കുകയല്ലേ നമ്മൾ. 7ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 7-ന്ന് 5 കുറച്ചു. 7-ന്ന് 5 കുറച്ചാൽ എത്രയാണ്? 2 അല്ലേ? 7-ന്ന് 5 കുറച്ച് 2. ഈ 2 എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് നമ്മളെപ്പോഴും 1ലേക്ക് മാറ്റുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ 1 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 8/2 ചെയ്തു അല്ലേ? അപ്പം 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയ 4നെ നമ്മൾ ഈ സംഖ്യകൾ കൊണ്ട് 2ഉം ഗുണിച്ചാൽ മതി. ഈ സംഖ്യകളെ കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ആൺകുട്ടികളുടെ എണ്ണം ആയതുകൊണ്ട് ഈ 5 × 4 മാത്രം നമ്മൾ എടുക്കുന്നു. ഇനിയിപ്പോൾ പെൺകുട്ടികളുടെ ചോദിച്ചാലോ 7 × 4 എടുക്കുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ എത്ര ഉത്തരം? 20. 5 × 4 20 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ 150 മീറ്റർ നീളമുള്ള തീവണ്ടി 450 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചത് അല്ലേ? എന്താ ചോദിച്ചാൽ മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ സ്പീഡ് എത്രയാണ്? 54. അതുപോലെ എന്താണ്?
ട്രെയിനിൻ്റെ നീളം 150, പാലത്തിൻ്റെ നീളം 450. എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചത്, എത്ര സെക്കൻഡ് സമയം എടുക്കുന്നതാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡും മീറ്ററും ഒക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ എന്തായിരിക്കും, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുണ്ടായിരിക്കും. നമ്മുടെ ഈ സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിൽ, അത് നമ്മളപ്പോൾ നോക്കണം. സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം നമ്മൾ ആദ്യം ചോദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് എന്താ വേണ്ടത്, സ്പീഡ് എന്താ വെച്ചാൽ എത്ര സെക്കൻഡ് സമയം എടുക്കുന്നതാണ്. സമയം കാണാൻ നമുക്കറിയാം, സമയം സമം എന്താണ്, സമയം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ദൂരം ഡിവൈഡഡ് ബൈ വേഗത. ദൂരം ഡിവൈഡഡ് ബൈ വേഗത, ദൂരം ഹരിക്കണം വേഗത. ഇനി നമ്മൾ ചെയ്യാണ്, ദൂരം എത്രയാണ് നമുക്ക് അറിയണ്ടേ. ദൂരം എത്രയാണ്, ഇവിടെ ഒരു 150 മീറ്റർ എന്താണ് തീവണ്ടിയുടെ നീളമുണ്ട്, ഇവിടെ ഒരു 450 മീറ്റർ പാലത്തിൻ്റെ നീളമുണ്ട്. അപ്പോൾ നമുക്കറിയാം ദൂരം കാണാൻ എന്ത് ചെയ്യണം, ആകെ ദൂരം എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ തീവണ്ടിയുടെ നീളമായ 150 എന്ത് ചെയ്യണം, ഈ പാലത്തിൻ്റെ നീളമായിട്ടുള്ള 450 കൂടി കൂട്ടണം. അവിടെ ഒരിക്കലും കുറയ്ക്കൽ വരില്ല എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇതിൽ 150 പ്ലസ് 450 മനസ്സിലായല്ലോ, ഡിവൈഡഡ് ബൈ. ഇനി എത്ര സ്പീഡ് എത്രയാണ്, 54 എന്താ കിലോമീറ്റർ പെർ അവറിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞാൽ കിലോമീറ്റർ പെർ അവറിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യണം, നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യും, നമ്മൾ ഗുണിക്കണം 5/18. 5/18 ഗുണിക്കണം 5/18. നമുക്കറിയാം, ഇനി എടുത്ത് എഴുതാൻ പോവുകയാണ് ഞാൻ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒന്ന് വെട്ടാദ്യം, 18ഉം 54ഉം വെട്ടിക്കൂടെ, 18ഉം 54ഉം വെട്ടാം. 3 18 എന്ത് 54. നിങ്ങളൊരു കാര്യം ചെയ്യണേ, 18ൻ്റെ ഒന്ന് മൾട്ടിപ്ലിക്കേഷനെ ഒന്ന് ഓർത്ത് വെച്ചുകൊണ്ട് കേട്ടോ, കുറച്ച് സംഖ്യകൾ മാത്രം. 18 36, അതുപോലെ 54, പിന്നെ എത്രയാണ് 72, അങ്ങനെ പോകുന്നത്. അതുപോലെ 108 അങ്ങനത്തെ സംഖ്യകളില്ലേ, അതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. 90 108 എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി വെക്കണത് വളരെ നന്നായിരിക്കും കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കുറച്ചും കൂടി കൂട്ടിയിട്ട് ഇത് ചെയ്യാൻ പറ്റും. പ്രശ്നമല്ല, ഹരിച്ചാലും ഗുണിച്ചാലൊക്കെ മതി. പക്ഷേ എന്താണ്, കുറച്ചൊരു സെക്കൻഡ് നമുക്കൊന്ന് വേഗത കൂടും. അപ്പോൾ നമുക്ക് ഇവിടെ 3×5 മാത്രമായിട്ടുണ്ട്, അത് 15 ആണ്. അപ്പോൾ നമുക്ക് മേലെ എത്രയാണ്, 150 പ്ലസ് 450 എത്രയാണ്, 600 അല്ലേ. 150ഉം 450ഉം കൂട്ടിയാൽ എത്രയാണ്, 600 അല്ലേ. ഡിവൈഡഡ് ബൈ 3×5 എത്രയാണ്, 15. 3×5 15. ഇനി ഹരിച്ചാൽ മതിയല്ലോ, 600നെ 15 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നത്, 60നെ 15 കൊണ്ട് ആദ്യം നോക്കുകയാണ്. എത്ര ചെയ്ത് കിട്ടുക, 4 15 60 അല്ലേ. 15 15 30 അപ്പോൾ അതിൻ്റെ ഇരട്ടി 60. അപ്പോൾ ഇത് വെട്ടിക്കഴിഞ്ഞാൽ 40. നമ്മുടെ ഉത്തരം എത്രയാണ്, 40 സെക്കൻഡ്. ഉത്തരത്തിലുണ്ടല്ലോ 40. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എന്താണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എത്ര ഉത്തരം, 40. നമ്മൾ എന്ത് ചെയ്തു, ദൂരങ്ങൾ രണ്ടും കൂട്ടി അതിനെന്ത് ചെയ്തു, വേഗത കൊണ്ട് ഹരിച്ചു. വേഗത എന്ത് ചെയ്തു, കിലോമീറ്റർ പെർ അവറിലായിരുന്നു. നമുക്ക് ഉത്തരത്തിൽ സെക്കൻഡിലാണുള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കി, അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവെർട്ട് ചെയ്തു. അറിയാലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 1 കൂട്ടണം 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 കൂട്ടണം 1/16 കൂട്ടണം 1/32. ഞാൻ അതൊന്ന് എടുത്ത് എഴുതുകയാണ്. 1 കൂട്ടണം 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 കൂട്ടണം 1/16 പ്ലസ് 1/32. നമുക്കറിയാം ഇതിൽ 1 ഉണ്ട് അല്ലേ, നമ്മുടെ ഓപ്ഷനിൽ 1 ഉണ്ടല്ലോ. അപ്പോൾ അതായത് മിശ്ര ഭിന്നത്തിലായതുകൊണ്ട് ഈ 1നെ നമ്മൾ അവിടെ നിർത്തുക. ഈ 1നെ അവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭിന്നസംഖ്യകളെ മാത്രം കൂട്ടുക. എന്താ പറഞ്ഞത്, 1നെ അവിടെ നിർത്തിയിട്ട് ഭിന്നസംഖ്യകളെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടാൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 1 അവിടെ നിൽക്കട്ടെ. ഇനി ഭിന്നസംഖ്യകളെ കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം, ഭിന്നസംഖ്യകളെ കൂട്ടാൻ നമ്മൾ എന്ത് മെത്തേഡാണ് ഉപയോഗിക്കാറ്, നമ്മൾ ഉപയോഗിക്കാറ് LCM മെത്തേഡാണ് അല്ലേ. LCM മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാറ്. നമുക്കറിയാം LCM കാണാൻ അറിയാലോ. LCM എങ്ങനെ കാണാം, 2 4 8 16 32 വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് പോകും ഇല്ലേ. നമ്മളിതങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൊരു ക്വസ്റ്റ്യൻ ആണോ? ഞാൻ ഇതിന് മുമ്പ് വേറെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ LCM കണ്ടുപിടിക്കാൻ പെട്ടെന്ന്, അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള വലിയ സംഖ്യയാണോ നമ്മുടെ LCM എന്ന് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് സംഖ്യകൾ കൊണ്ട്, അതായത് മറ്റ് ഛേദങ്ങൾ കൊണ്ട് ഇതിന് നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ പോരെ. അപ്പോൾ ഈ 32നെ നോക്കി, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സംഖ്യ. ഈ 16നെ നോക്കി, 16നെ 32 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, 32നെ 16 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, നിശേഷം ഹരിക്കാൻ പറ്റുമോ, പറ്റും. എന്താണ് 16 × 2 = 32. അപ്പോൾ അത് പറ്റും, ഓക്കെ ആണ്. ഇനി ഇവിടെ നോക്കി, 8 × 4 = 32, 8 × 4 അപ്പോൾ ഇതും പറ്റും. അപ്പോൾ ഈ 4 × 8 അതും എന്തായാലും പറ്റുമല്ലോ. അപ്പോൾ ഇനി ഇത് 2 എന്താ ഇരട്ട സംഖ്യ, എന്തായാലും 32നെ ഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ LCM എത്രയാണ്, LCM 32 നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ LCM എവിടെ എഴുതും, ഛേദമായിട്ട് എഴുതുകയാണ്. LCM ഛേദമായിട്ട് എഴുതുകയാണ്. ഇനി എന്ത് ചെയ്യണം, കഴിഞ്ഞില്ല അല്ലേ. എന്ത് ചെയ്യും, ഈ 1/2 ഗുണിക്കണം എന്ത് ചെയ്യുന്നു, ഈ LCM ആയിട്ടുള്ള 32 പ്ലസ്
എന്താ ചെയ്യുന്നു? അടുത്തത് 1/4 ഗുണിക്കണം 32 ഇനിയുണ്ട് അല്ലേ? പ്ലസ് 1/8 ഗുണിക്കണം 32 പ്ലസ് ഈ പ്ലസ് ഒക്കെ എവിടത്തെ അതിൻ്റെ ഈ പ്ലസ് ആണ് അല്ലേ? 1/16 ഗുണിക്കണം 32 പ്ലസ് 1/32 ഗുണിക്കണം 32. കഴിഞ്ഞല്ലോ. ഇനി ഇത് വെട്ടി ചെറുതാക്കാലോ. 1/2 ഗുണിക്കണം 32 എത്രയാ? 16. 1/4 ഗുണിക്കണം 32 എത്രയാ? 8. 1/8 ഗുണിക്കണം 32 എത്രയാ? 4. 16 32 എത്രയാ? 32/16 എത്രയാ? 2. 32/32 എത്രയാ? 1. ഓക്കെ ആണല്ലോ. ഇതപ്പോൾ നമുക്ക് ഇനി എങ്ങനെയായി? 1 പ്ലസ് ഈ 1 അവിടെ തന്നെയുണ്ട്. 16 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 32. ഇങ്ങനെയായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാ? 1 പ്ലസ് ഇത് കൂട്ടി കഴിഞ്ഞാൽ എത്രയാ? 16 4 20 8 28 2 30 31/32. അതായത് 1/31/32. 1/31/32 ഈ പ്ലസ് എന്ന് പറഞ്ഞാലും ഇങ്ങനെ എഴുതിയാലും ഓക്കെയാണ് കേട്ടോ. ഈ പ്ലസ് ഇങ്ങനെ എഴുതിയാലും ഓക്കെയാണ്. ഇതിങ്ങനെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 + 31/32 തന്നെയാണ് കേട്ടോ. അതായത് ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും. അതാണ് എന്ത്? മിശ്ര ഭിന്നം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കി, എ ഓപ്ഷൻ കറക്റ്റ് അല്ലേ? 1 31/32 നമ്മൾ ചെയ്തല്ലോ. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുക, ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാനൊരു പരിപാടിയുണ്ട്. അത് ഈ സംഖ്യകളുടെ പ്രത്യേകതയാണ്. കണക്കിന് അങ്ങനെ ഒരു കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ? കുറേ മെച്ചങ്ങളുണ്ട്. കണക്ക് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യും? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സാഹചര്യം ഒരുക്കും. നമുക്ക് ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമോ ഒന്നുമില്ല. നമുക്കിങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കുക, ഈ ഒന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ബാക്കിയുള്ള ഈ ഭിന്നസംഖ്യകളുടെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നത്. ഈ സംഖ്യകൾ 1/2, അതുപോലെ അടുത്തത് എന്താ? 1/4, അടുത്ത എന്താ? 1/8, അടുത്ത 1/16, അടുത്ത 1/32. ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താ? ഇരട്ടിയാണ് പോണത്. 2 4 8 16 32. 2 4 8 16 32. മേലെയൊക്കെയോ 1 1 1 പോണേ. 1/2 1/4 1/8 1/16 1/32. ഛേദങ്ങളുടെ ഇരട്ടി എടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഛേദങ്ങളുടെ ഇരട്ടി എടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഇതെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എന്നറിയോ? വളരെ സിമ്പിളാണ്. ഇങ്ങനത്തെ ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഛേദമില്ലേ? ഏറ്റവും വലിയ ഛേദം നമ്മുടെ ഉത്തരത്തിൻ്റെയും ഛേദമായിരിക്കും. എന്താ പറഞ്ഞത്? ഏറ്റവും വലിയ ഛേദം ഉത്തരത്തിൻ്റെയും ഛേദമായിരിക്കും. ഇങ്ങനെ പോവുകയാണെങ്കിലുള്ള കേസ് മാത്രം കേട്ടോ. വേറെ ഒന്നിലും പോയി ഇങ്ങനെ ചെയ്യരുതേ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഛേദം എന്താണ്? 32 ആയിരിക്കും. ഇനി നോക്കുക, ഈ 32 1 കുറയ്ക്കുക. 32 1 കുറച്ചാൽ എത്ര? 31. അതായിരിക്കും അംശം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ. എന്താ പറഞ്ഞത്? 32 വലിയ ഛേദമാണ്. അതുകൊണ്ട് അത് താഴെ എഴുതി, ഛേദമായിട്ട് എഴുതി. എന്നിട്ട് അതിൽ നിന്ന് 1 കുറച്ചിട്ട് എന്ത് ചെയ്യുക? മേലെ എഴുതുക. 31/32. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയായി? 1 31/32 ആയി. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും സംഖ്യ ആണെങ്കിലോ? അപ്പോൾ നമുക്ക് നോക്കാം. 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 നമുക്ക് ചെയ്യാൻ തന്നതെന്ന് വിചാരിക്കാം. 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 നമുക്ക് ചെയ്യാൻ തന്നത് വിചാരിക്കാം. എന്തായിരിക്കും ഉത്തരം? ഛേദം 8 ആയിരിക്കും. അംശം എന്തായിരിക്കും? 8 നിന്ന് 1 കുറച്ചിട്ട് 8 നിന്ന് 1 കുറച്ചാൽ എത്ര? 7. 7/8 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 കൂട്ടണം 1/16 ചോദ്യമെങ്കിലോ? 1/16 വരെയാണ് ചോദ്യം എന്നുണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഛേദം 16 ആയിരിക്കും. അംശം എത്രയായിരിക്കും? 15/16. 15 ആവും. എന്താ 16 നിന്ന് 1 കുറച്ചിട്ടുള്ളത്? ഓക്കെ ആണല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയാം. 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 കൂട്ടണം 1/16 കൂട്ടണം 1/32 കൂട്ടണം 1/64 കൂട്ടണം 1/128 നമ്മുടെ ചോദ്യമെങ്കിൽ. ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? ഈ 128 താഴെ എഴുതുന്നു, മേലെ എന്ത് ചെയ്താൽ മതി? 128 1 കുറയ്ക്കുക. എത്ര? 128 1 കുറച്ചാൽ 127. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഭിന്നസംഖ്യകളെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഈ ട്രിക്ക് ഉപയോഗിക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരുന്നു? 1 31/32. കാരണം നമ്മൾ ഇത്ര സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം ഈ 1 ഉണ്ട്, ആ വാല്യൂയും കൂടി ഇതിൽ കൊടുത്തു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: രാഹുൽ 2500 രൂപയ്ക്ക് പഴയ TV വാങ്ങി.
1000 രൂപ മുടക്കി കേടുപാടുകൾ തീർത്ത് 3850 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റാൽ രാഹുലിന് എത്ര ശതമാനം ലാഭമാണ് ലഭിച്ചത്? ചോദ്യത്തിൽ നമ്മൾ വാങ്ങിയ വില എന്താണെന്ന് ആദ്യം കാണണം അല്ലേ. വാങ്ങിയ വില നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എന്താണ് ലാഭം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുക, വാങ്ങിയ വില കാണാൻ ഈ 2500 വാങ്ങിയ വിലയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് അയാൾ എന്ത് ചെയ്തു? ആദ്യം 2500 രൂപയ്ക്ക് വാങ്ങിയതിന് ശേഷം 1000 റുപ്യ കൂടി മുടക്കിയിട്ട് എന്ത് ചെയ്തു? കേടൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും വാങ്ങിയ വില എന്ന് പറയുന്നത്? ഈ 2500 കൂട്ടണം 1000 ആയിരിക്കില്ലേ വാങ്ങിയ വില ആയിട്ട് മാറുന്നത്. അതായത് അയാളുടെ ചെലവ് കൂടി എന്ത് ചെയ്യും? അതിന് കൂട്ടത്തിൽ വരും. അപ്പോൾ നമ്മുടെ പുതിയ വാങ്ങിയ വില എന്ന് പറയുന്നത് എത്രയാണ്? 3500 ആണ്. അയാൾ വാങ്ങിയിട്ട് എന്ത് ചെയ്തു? നന്നാക്കി. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയ പൈസ എന്താണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 3500 ആണ്. അതാണ് അതിൽ അർത്ഥമാക്കുന്നത് കേട്ടോ. അയാൾക്ക് അതിൽ വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 3500 റുപ്യാണ് മൊത്തത്തിൽ. അപ്പോൾ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? 3850 രൂപയ്ക്ക് എന്ത് വിറ്റു? വിറ്റ വില എത്രയാണ്? ഞാൻ വെറുതെ എഴുതുന്നുള്ളൂ, ഇതൊന്നും എഴുതാൻ നിൽക്കരുത് എക്സാമിന്. വിറ്റ വില 3850. 3850 നോക്കിയാലോ, വാങ്ങിയ വില 3500 ആണ്, വിറ്റ വില 3850 ആണ്. അപ്പോൾ എത്രയായിരിക്കും ലാഭം? നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ലാഭശതമാനം കാണാൻ വേണ്ടിയിട്ട് ശതമാനം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ്. ഇവിടെ എന്ത് ചെയ്യണം? ശതമാനം അല്ലേ, ഇൻറ്റു 100. അറിയാലോ ലാഭം എത്രയാ? വിറ്റ വില 3850, വാങ്ങിയ വില 3500. ലാഭം കാണാൻ എന്ത് ചെയ്യണം? വിറ്റ വില കുറയ്ക്കണം വാങ്ങിയ വില. വിറ്റ വില കുറയ്ക്കണം വാങ്ങിയ വില. അവർ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. എത്ര റുപ്യാണോ വ്യത്യാസം അത് എടുക്കുക കേട്ടോ. അതിപ്പോൾ ലാഭമാണേലും നഷ്ടമാണേലും ഒക്കെ അങ്ങനെ തന്നെ. അവർ തമ്മിലുള്ള ഏതാണ് വലുത് അതിന് ചെറുത് കുറയ്ക്കുക, അത്ര തന്നെ. അപ്പോൾ 3850 3500 കുറയ്ക്കുക. താഴെ എത്രയാണ്? വാങ്ങിയ വില എത്രയാ? 3500 ഗുണിക്കണം 100. ഓക്കെ ആണല്ലോ. 3850 3500 കുറച്ചാൽ 350 ആണ് കിട്ടുക. 3850 3500 കുറച്ചാൽ 350 ആണ് കിട്ടുക. ഡിവൈഡഡ് ബൈ 3500 ഗുണിക്കണം 100. ചെയ്യാലോ. ഈ 2 0 പോയി, ഇവിടുത്തെ 2 0 പോയി. ഇനി എന്താണ്? 350 ബൈ 35. 350 35 വെട്ടിക്കൂടെ. അപ്പോൾ എത്ര കിട്ടി? 10. ഉത്തരം എത്രയാണ്? 10% ലാഭമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? സംഖ്യകൾ 36, 100, 125, 9. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. 36 എന്ന് പറഞ്ഞാൽ എത്രയാ? 6 സ്ക്വയർ ആണ് 36. 100 എന്ന് പറഞ്ഞാൽ എത്രയാ? 10ൻ്റെ സ്ക്വയർ ആണ് 100. 9 എന്ന് പറഞ്ഞാൽ എത്രയാ? 3ൻ്റെ സ്ക്വയർ ആണ് 9. അപ്പോൾ 125 എന്താ? എന്തിൻ്റെയും സ്ക്വയർ ആണോ? പെർഫെക്റ്റ് സ്ക്വയർ ആണോ 125? അല്ലല്ലോ. അപ്പോൾ എന്താണ് ഉത്തരം? കൂട്ടത്തിൽ പെടാത്തത് 125 ആണ്. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 13.01 കൂട്ടണം 14.032 കുറയ്ക്കണം 10.43. നമുക്ക് നല്ല ലോജിക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. പക്ഷെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും ചെയ്യേണ്ട. അത് ചെയ്താൽ ഉത്തരം കിട്ടുന്നൊരു സംഖ്യ ആയതുകൊണ്ട് ഇതും ഇരിക്കണം നമ്മൾ കേട്ടോ. നമുക്ക് ചെയ്യേണ്ട എന്താ? 13.01 കൂട്ടണം 14.032 കുറയ്ക്കണം 10.43 ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടാനുള്ള രണ്ടും കൂട്ടുകയാണ്. അപ്പോൾ 13.01 കൂട്ടണം 14.032. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ എന്താണ്? ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാമല്ലോ. വലതുവശത്ത് 0 ഇട്ടാലും കുഴപ്പമില്ല. എന്തുകൊണ്ടാണ്? 3 സ്ഥാനമാക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാ. ഓക്കെയാണ്. അപ്പോൾ ഈ 0 2 കൂട്ടിയാൽ 2, 1 3 കൂട്ടിയാൽ 4. ഇവിടെ ഒരു 0 ഉണ്ട്. 0.72 27.042 27.042 നമ്മൾ കൂട്ടി. ഇനി 27.042 നിന്ന് എന്ത് ചെയ്യണം? 10.43 കുറയ്ക്കണം. കുറയ്ക്കല്ലേ വേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇത് 3 സ്ഥാനമാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 2 0 പോയാൽ 2. ഇനി നിങ്ങളൊന്ന് ഓപ്ഷനിലേക്ക് നോക്കി. ഓപ്ഷനിൽ നോക്കുമ്പോൾ ഇതിന് മാത്രമേ എന്തുള്ളൂ? ഒറ്റയുടെ അക്കത്ത് 2 ഉള്ളൂ. ഇതിനുണ്ടോ? ഇല്ല. നമ്മുടെ ഉത്തരമായോ? ആയി. ഇത്രയേ ഉള്ളൂ ഉത്തരം. ഇത് 2 ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായ എന്ത്? ഇതേ ഉത്തരം വരുള്ളൂ. ഇത് ഉത്തരം വന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരം ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ അത് അടിക്കണം. വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കരുത്, ശങ്കിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്തു നോക്കാം. 4 3 പോയാൽ 1. ഇനി ഇവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് പറയാം അല്ലേ. ഇവിടെ 0 ആണ്. അപ്പോൾ 0 നിന്ന് 4 പോകില്ല. നമുക്ക് കൺഫ്യൂഷനായി. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനായി. ഒരു കൺഫ്യൂഷനും വേണ്ട. എന്ത് ചെയ്യാം? ഈ 7നെ പ്രതി കൊണ്ടുവരാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 7 എന്തായി? 6 ആയി. കട എടുത്തു. ഇവിടെ എത്രയായി? അപ്പോൾ 10 ആയി.
10 4 പോയാൽ എത്ര 6. ഈ പോയിന്റ് അതേപോലെ തന്നെ ആ സ്ഥാനത്ത് തന്നെ എഴുതണം. കൂട്ടലിലും കുറയ്ക്കലും പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പാടില്ല. അപ്പോൾ അതേപോലെ അവിടെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യുന്നു, ഇത് 6 എന്നാണ്, 6 0 പോയാൽ 6 ആണ്, 2 1 പോയാൽ 1 ആണ്. 16.612 ഓപ്ഷൻ എ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദൂരം കിലോമീറ്റർ, കോൺ എന്താണെന്നാണ് ചോദിച്ച്. ദൂരത്തിന് ആനുപാതികം കിലോമീറ്റർ, ദൂരത്തിൻ്റെ യൂണിറ്റാണ് എന്ത്, കിലോമീറ്റർ. കോണിൻ്റെ യൂണിറ്റ് എന്താണ്, ഡിഗ്രി. കോണ് നമ്മൾ ഡിഗ്രി എന്നല്ലേ പറയുക, കോണ് ഡിഗ്രി എന്നാണ് പറയുക. ഡയറക്റ്റ് ചോദ്യമായിരുന്നു അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത സംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കുക. അടുത്ത സംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കുക. സംഖ്യകൾ ഞാൻ എടുത്ത് എഴുതാണ്. 7 11 19 31 47. അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുക, അധികം പ്രൈം നമ്പർ ആണോ, അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്ന് നോക്കും. ഒന്നും ഫലിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സാധനം എടുക്കും. എന്ത് വ്യത്യാസം എടുക്കാം. 7 11 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 7 11 തമ്മിലുള്ള വ്യത്യാസം 4 ആണ് അല്ലേ. ഈ 11 19 തമ്മിലോ 8 ആണ്. ഇവിടെ എത്ര വന്നിരിക്കുന്നത് അപ്പോൾ 12 ആണ്. ഇനി മനസ്സിലായി, ഇത് 16 ആണ്, ഇത് 20 ആയിരിക്കും അല്ലേ. എന്താണ്, 4ൻ്റെ ഗുണിതങ്ങളാണ്. 4 4 കൂടി പോണേണ് അല്ലേ. അപ്പോൾ എന്തായി, 47 രൂപയും കൂട്ടി എത്ര കിട്ടുക, 67. ഉത്തരം ഓപ്ഷൻ ഡി 67 ആണ്. നിങ്ങളിതൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ട്രെയിനിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് ടൈം എന്നുള്ള ചോദ്യമാണ്. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡാണ് എങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എത്ര സമയം വേണം എന്നാണ് ചോദിച്ചേക്കണേ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എന്താ വേണ്ടത്, വേഗത തന്നിട്ടുണ്ടോ? ചോദ്യത്തിൽ എവിടെയെങ്കിലും വേഗതയെ പറ്റി പരാമർശിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് സമയം കാണുകയും വേണം. സമയം കാണാൻ എന്ത് ചെയ്യണം? ദൂരം ബൈ വേഗത ചെയ്യണം. പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടില്ല, ഇതിലെവിടെയും വേഗത എവിടെയാണെന്ന് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വേഗത കണ്ടുപിടിക്കണം. ആ ട്രെയിനിൻ്റെ വേഗത കണ്ടുപിടിക്കണം. വേഗത കണ്ടുപിടിക്കാൻ എന്താണ്, ട്രെയിനിൻ്റെ നീളം എത്രയാ, 240 ആണ്. അതെന്താണ്, ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡാണെന്നാണ് പറഞ്ഞത്. ഒരു പോസ്റ്റ് കടന്നു പോകാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കടന്നു പോകാനൊക്കെ എന്താണ് ഇത്ര സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അവിടെ ട്രെയിനിൻ്റെ നീളം മാത്രം എടുത്താൽ മതി ദൂരമായിട്ട്. വേഗത കാണാനുള്ള അറിയാം, എന്ത് ദൂരം ബൈ സമയമാണെന്ന് അറിയാം. ദൂരം എത്രയാ, 240 മീറ്ററാ, ഡിവൈഡഡ് ബൈ സമയം എത്രയാ, 24 സെക്കൻഡ് കൊണ്ട് കടന്നു പോകും. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയെന്ത് 10 മീറ്റർ പെർ സെക്കൻഡ്. എന്താ മീറ്റർ പെർ സെക്കൻഡിൽ എഴുതാൻ കാരണം, 240 മീറ്ററാ, 24 എന്ന് പറഞ്ഞാൽ സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം കേട്ടോ. അതുകൊണ്ടാണ് കിലോമീറ്ററിലേക്ക് പോകാൻ, ഇവിടെ കിലോമീറ്റർ ഒന്നും പറയുന്നേ ഇല്ല കേട്ടോ. 240 മീറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു, 24 സെക്കൻഡ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടി, 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി വേഗത. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാലോ, സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കാലോ. സമയം സമം എന്താണ്, ദൂരം. ഇവിടെ നോക്കൂ, രണ്ടാമത് എന്താ, ഇത് 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകണം. 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകണം. അപ്പോൾ ദൂരം എത്രയായിരിക്കും, ഈ 240ഉം ഈ 750 ആണ്. അത് രണ്ടും കൂട്ടണ്ടേ, അത് കൂട്ടിയാലല്ലേ നമുക്ക് ആകെ ദൂരം കിട്ടുന്നേ. ഡിവൈഡഡ് ബൈ വേഗത എത്ര നമ്മൾ കണ്ടുപിടിച്ചു, 10. വേഗത 10 ആണല്ലോ. അപ്പോൾ ഇത് കൂട്ടിയാൽ എത്ര, 240 75 കൂട്ടിയാൽ എത്ര, 99 0. 24 75 ആദ്യം ഞാൻ കൂട്ടി, എന്നിട്ട് എന്ത് ചെയ്തൊരു 0 കൂടി ഇട്ടെടുത്തു. അങ്ങനെ എഴുതാലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്നും പേടിക്കാനൊന്നുമില്ല. എന്താണ്, ഇതൊക്കെ കൂട്ടിയാൽ കിട്ടും. 240 750 കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 0 9 9 990 കഴിഞ്ഞോ? ഇല്ല. ഇവിടെ ഒരു 10ൻ്റെ കുറവില്ലേ, ഹരിക്കണം 10. 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, 0 വെട്ടിക്കളയാണ് അല്ലേ. ആ 0 പോയി. എത്രയാണ്, 99 സെക്കൻഡ്. ഏതാ ഉത്തരം, ഓപ്ഷൻ ഡി 99 സെക്കൻഡാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കണ്ടുപിടിച്ചല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഇത് സമാനബന്ധം കണ്ടുപിടിക്കാനാണ്. 27 സമാനമായിട്ടുള്ളതാണ് എന്ത് 3. ഇവിടെയുള്ള ബന്ധം തന്നെ എന്ത് ചെയ്യണം, ഈ 1000 ആയിട്ടുള്ള ബന്ധം ആർക്കാണുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ 27 3 തമ്മിലുള്ള ബന്ധം എന്താ, 27ൻ്റെ ക്യൂബ് റൂട്ടാണ് 3, അല്ലെങ്കിൽ 3ൻ്റെ ക്യൂബാണ് 27. 27ൻ്റെ ക്യൂബ് റൂട്ടാണ് 3, അല്ലെങ്കിൽ 3ൻ്റെ ക്യൂബാണ് എന്ത് 27. അപ്പോൾ ഇവിടെ 1000ൻ്റെ ക്യൂബ് റൂട്ട് കാണാം. എത്രയാണ് 1000ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഈ 10ൻ്റെ ക്യൂബ് അല്ലേ 1000, 10 ക്യൂബാണ് 1000. അപ്പോൾ നമുക്ക് എന്താണ് 1000ൻ്റെ ക്യൂബ് റൂട്ട് 10. നമ്മുടെ ഉത്തരം എന്താണ്, ഓപ്ഷൻ എ 10 ആണ്. ഇവിടുത്തെ ബന്ധം മനസ്സിലായല്ലോ. നല്ലൊരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം 1/2 കൂട്ടണം, ഞാൻ എഴുതുകയാണ്, 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 കൂട്ടണം 1/16.
ഇതിൻ്റെ ദശാംശ രൂപം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം എത്ര? ചെയ്യാതെ പറ. ചെയ്യാതെ ഇതിൻ്റെ ഉത്തരം എത്ര എന്ന് പറയും? എത്രയാ? 16. താഴെ എഴുതി. എന്താ ഏറ്റവും വലിയത്? എന്താണോ 2, 4, 8, 16 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരട്ടി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അതായത് 1/2-ൻ്റെ, അതായത് 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും എന്ത് ഛേദം? നമ്മൾ പറഞ്ഞതാണിത്. മേലെ എത്രയാ പോരുക? 16 1 കുറച്ചാൽ മതി. എത്രയാ? 15. 15/16 ആണ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം. അറിയാലോ. ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മൾ ഹരിക്കും. 15നെ 16 കൊണ്ട് നമ്മൾ അങ്ങോട്ട് ഹരിക്കും. കുഴപ്പമുണ്ടോ? ഹരിക്കാലോ. ഹരിക്കാൻ അറിയാം. ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. 0 ഇട്ടിട്ട് പോയിന്റ് ഇട്ടു. 150/16 എത്ര? 150നെ 16 കൊണ്ട് ഹരിച്ചാൽ 16 × 10 എത്രയാണ്? 160 അപ്പോൾ 16 × 9 നോക്കിയാൽ പോരെ. 16 ഗുണിക്കണം 9 എത്രയാ? 9 × 6 54 ശിഷ്ട 5 അപ്പോൾ 144 കിട്ടി. 16 ഗുണിക്കണം 9 എത്ര? 144. അപ്പോൾ ഇവിടെ 9 എഴുതാലോ. ശിഷ്ടം 144 എത്ര കിട്ടുന്ന? 6 കിട്ടി. ഇനി നിങ്ങൾ നോക്ക്. ഇനി ഞാൻ ചെയ്യണോ? ഇനി ഈ പ്രോബ്ലം ഞാൻ ചെയ്യണോ? നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് പറ. 0.9 കിട്ടി. ഇനി ഞാൻ ഈ പ്രോബ്ലം ചെയ്യണോ? ബാക്കി ഹരിക്കണോ? വേണ്ട. എന്താണ് 0.9 വരുന്ന ഒരൊറ്റ ഒന്നുള്ളൂ. ഒറ്റ ഉത്തരമേ ഉള്ളൂ 0.9 വരുന്നത്. അതാണ് നമ്മുടെ ഉത്തരം. 0.9375. ഇതിന് ഇങ്ങനെ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ഈ 0.9 കിട്ടിയിട്ട് നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കണം. നോക്കിയാൽ നമുക്ക് കണ്ടു, നമ്മൾ അവിടെ നിർത്തി. ഇനി അടുത്തത് ഇപ്പോൾ 2.9 ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ അടുത്തൊരു സ്റ്റെപ്പും കൂടി നമ്മൾ ഹരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: കുമാരൻ കുറച്ചു ദിവസങ്ങളിലെ പാൽ വിൽപ്പന പരിശോധിച്ചപ്പോൾ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 150 രൂപയാണ് എന്ന് കണ്ടു. ഇതേ രീതിയിൽ തുടർന്നാൽ ജൂൺ മാസത്തിൽ കുമാരന് പാൽ വിൽപ്പനയിൽ എത്ര രൂപ കിട്ടും എന്നാ ചോദ്യം. നല്ലൊരു ചോദ്യമാണ് അല്ലേ? നമ്മൾ LGSന് ചോദിക്കാൻ പറ്റിയൊരു നല്ല ചോദ്യമാണ്. കുമാരൻ കുറച്ച് ദിവസങ്ങളായി പാൽ വിൽപ്പന പരിശോധിച്ചപ്പോൾ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 150 രൂപയാണ്. ഒരു ദിവസത്തെ ശരാശരി വരുമാനം 150 രൂപ വെച്ചാൽ എല്ലാ ദിവസവും അയാൾക്ക് 150 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അതായത് ഒരു ദിവസം 150 ആണ്, അടുത്ത ദിവസം 150 ആണ്, അതിൻ്റെ അടുത്ത ദിവസം 150 ആണ്. അങ്ങനെയാണ് അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞു ജൂൺ മാസത്തിൽ കുമാരന് പാൽ വിൽപ്പനയിൽ എത്ര രൂപ കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജൂൺ മാസത്തിൽ എത്ര ദിവസം ഉണ്ട്? അപ്പോൾ ജൂൺ മാസത്തിൽ എത്ര ദിവസം ഉണ്ട്? ജൂൺ മാസത്തിൽ 30 ദിവസമാണുള്ളത് അല്ലേ? നമുക്ക് എണ്ണ കൈ വെച്ചിട്ടൊരു മെത്തേഡ് ഇല്ലേ? ആ സാധനം വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ജൂൺ മാസത്തിൽ എത്രയാണ്? 30 ദിവസമാണുള്ളത്. കലണ്ടറിൽ 30 ദിവസമാണുള്ളത്. അതിന് എന്ത് ചെയ്താൽ മതി? ഈ 150 ഗുണിച്ചാൽ മതി. നമുക്ക് അപ്പോൾ എത്ര കിട്ടും? 15നെ 3 കൊണ്ട് ഗുണിക്കുക. എത്ര? 45. പിന്നെ 2 0 ഇട്ട് കൊടുത്താൽ പോരെ? 4500. നമ്മുടെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ ബി 4500. നല്ലൊരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഒരു ബസ് യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/h വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ ശരാശരി 20 km/h വേഗതയിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്രയാണ് എന്നാണ് ചോദിച്ചത്. എന്താണ്? ഒരു ബസ് യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/h വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ ശരാശരി 20 km/h വേഗതയിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം കാണുക. ഇതിലുള്ള കീ എന്താ? ഈ 120 കണ്ടോ? 2 ആണ് വന്നത്. അതായത് തുല്യ ദൂരങ്ങളാണ് സഞ്ചരിച്ചത്. തുല്യമായ 2 ദൂരങ്ങളാണ് സഞ്ചരിച്ചത്. തുല്യമായ 2 ദൂരങ്ങൾ സഞ്ചരിക്കുക. അല്ലെങ്കിൽ പകുതി സഞ്ചരിക്കുക. ഒരു യാത്രയുടെ പകുതി ഇതിലും പോയി, ബാക്കി പകുതി ഇതിലും പോയി എന്ന് പറയും. ഇത്ര സ്പീഡിലും പോയി എന്ന് പറയും. ഒരു യാത്രയുടെ ആദ്യ പകുതി 20 കിലോമീറ്ററിൽ പോയി, അടുത്ത പകുതി എന്താണ്? 30 കിലോമീറ്റർ വേഗതയിൽ പോയി. അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ വേറൊരു ട്രിക്കും തന്നിട്ടുണ്ട്, ഒരു ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറേ പേര് അതിൻ്റെ ഉത്തരം നന്നായിട്ട് തന്നെ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഉത്തരം നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെ ചെയ്യണം? ഇത് അപ്പോൾ ആവശ്യമുണ്ടോ? ഇത് ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കറിയാം ശരാശരി വേഗത കാണാൻ. എന്തിൻ്റെ ശരാശരി വേഗത? ശരാശരി വേഗത കാണാൻ എന്താണ്? തുല്യമായ 2 ദൂരങ്ങളുടെ ശരാശരി വേഗത. അതായത് തുല്യമായ 2 ദൂരം ഇത്ര സ്പീഡിൽ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരാശരി വേഗത കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ. 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ. ചിലപ്പോൾ നിങ്ങൾ 2ab ഡിവൈഡഡ് ബൈ a പ്ലസ് ബി എന്നൊക്കെ ആയിരിക്കും പഠിച്ച്. അത് ഒരു കുഴപ്പമില്ല കേട്ടോ. 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ. ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഈ x എന്താ? ആദ്യത്തെ വേഗത. ആദ്യം എത്ര സ്പീഡിലാണ് പോയത്? 30. ഞാനിത് ചെയ്യാൻ പോവാ. 2 ഗുണിക്കണം ആദ്യത്തെ വേഗത എത്രയാ? 30
പിന്നെ y എന്താ, ഈ y എന്താ, രണ്ടാമത്തെ വേഗത എത്രയാ 20, രണ്ടാമത്തെ വേഗത 20. അപ്പോൾ ഇനി നോക്കുക x + y എത്രയാ 30ഉം 20ഉം കൂട്ടുക 30 + 20 അല്ലേ. അതെങ്ങനെ ചെയ്യുക, 2 ഗുണിക്കണം 30 ഗുണിക്കണം 20 ഡിവൈഡഡ് ബൈ 30 + 20 എത്ര 50. ഇനി എന്താ 0 വെട്ടി കളഞ്ഞൂടെ, 0 ഇവിടെ പോയി. ഇനി 5ന് 30നെയും വെട്ടാലോ, 6 5 30. നമ്മുടെ ഉത്തരം എത്രയാ 2 ഗുണിക്കണം 6 12, 12 ഗുണിക്കണം 2 24 km/h. 24 km/h ഏതാ ഉത്തരം, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതിൽ ഞാൻ പറഞ്ഞു എന്താണ് പഠിക്കേണ്ടത്, എന്താണ് 2xy ഡിവൈഡഡ് ബൈ x + y. ഇവിടെ ഉള്ള കീ എന്തായിരുന്നു, തുല്യ ദൂരങ്ങളാണ് സഞ്ചരിച്ചത്. 2 തവണയും തുല്യ ദൂരങ്ങൾ സഞ്ചരിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് ഇങ്ങനെ തരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പകുതി ദൂരം, ഒരു യാത്രയുടെ പകുതി ദൂരം 30 km വേഗതയിലും മറ്റേ പകുതി 20 km/h വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണുക. അങ്ങനെ ഒരു ചോദ്യം തരാം. അല്ല എങ്കിൽ എങ്ങനെ തരും, എയിൽ നിന്ന് ബിയിലേക്ക് 30 km/h വേഗതയിലും ബിയിൽ നിന്ന് എയിലേക്ക് 20 km/h വേഗതയിലും സഞ്ചരിച്ചാൽ, അങ്ങനെയൊക്കെ പറഞ്ഞാലും തുല്യ ദൂരമാണ് അവിടുത്തെ കീ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 20 30 ആണ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ 24 ആയിരിക്കും ഉത്തരം, കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല. അതേപോലെ 40 60 ആണ് വരുന്നുണ്ടെങ്കിൽ 48 ആയിരിക്കും ഉത്തരം, അതും കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.